بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد الله سبحانه وتعالى ചെയ്ത വലിയ അനുഗ്രഹമാണ് ഇൽമിന്റെ വഴിയിൽ അല്ലാഹു നമ്മളെല്ലാവരും ഖബൂലാക്കി അവസാനം ശ്വാസം വരെ ഇൽമിന്റെ വഴിയിൽ, അമലിന്റെ വഴിയിൽ, ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും ഇഖ്ലാസും ഇസ്തിഖാമത്തോടു കൂടി പ്രവർത്തിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സനദ് എന്ന് വെച്ചാൽ. സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ സാധാരണ നമ്മൾ പഠിക്കാറുണ്ട്, അൽ ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗലാണ്. നമ്മളെ ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യവുമാണ്, നമ്മളെ ദീനിന്റെ പ്രത്യേകതയാണ് സനദ് എന്ന് വെച്ചാൽ. നമ്മൾക്ക് ഖുർആനിൽ സനദുണ്ട്, ഹദീസിൽ സനദുണ്ട്, ഫിഖ്ഹിൽ സനദുണ്ട്. ഈ സനദൊക്കെ എത്തിച്ചേർന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ്. അപ്പൊ നമ്മൾ ഈ സനദിൽ നമ്മൾ സ്വന്തം നമ്മളെ വിശേഷപ്പെടുത്തുന്നതും സ്വന്തം നമ്മളെ അറിയുന്നതും ദ്യോബന്ദി ആയിട്ടാണ്. ഇപ്പൊ ദ്യോബന്ദ് എന്താണ്? ദ്യോബന്ദിന്റെ പണ്ഡിതന്മാർ ആരാണ്? അവരുടെ ജീവിതം എങ്ങനായിരുന്നു? ദാറുൽ ഉലൂം എന്ന് പറയപ്പെടുന്ന സ്ഥാപനം, ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന സ്ഥാപനം, അതിന്റെ തഅസീസ് എന്തിനു വേണ്ടിയായിരുന്നു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത്? ദ്യോബന്ദിന്റെ പണ്ഡിതന്മാർക്ക് വലിയുള്ള കുടുംബമായിട്ട്, ദഹ്ലവി കുടുംബമായിട്ട് എന്തായിരുന്നു ബന്ധം? ഇതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. കാരണം ഈ കാലഘട്ടം ഖഹ്തുർ റിജാലിന്റെ കാലഘട്ടമാണ്. ഖഹ്തുർ റിജാൽ, നമ്മളിൽ അമലും ഇൽമും അഖ്ലാഖും ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ അക്കാബിരീങ്ങൾ, നമ്മളെ മശായിഖന്മാർ, അവര് നമ്മളെ തൊട്ട് ചേർന്നിട്ടുള്ള കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ ജീവിതം മനസ്സിലാക്കൽ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇത്ര വലിയ ഖബൂലിയത്ത് നൽകിയത്, ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും, അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും, ഇനി മേലോട്ട് പോവാണെങ്കിൽ ഖാസിം നാനൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും, ഇവർക്കൊക്കെ എന്തുണ്ടായിരുന്നു? ഇവര് ദ്യോബന്ദ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം, ഇപ്പോഴും പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. പക്ഷെ ഇൽമിന്റെ ദുനിയാവിൽ, അമലിന്റെ ദുനിയാവിൽ, അഖ്ലാഖിന്റെ ദുനിയാവിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു അവിടെ സ്ഥാപിച്ചൊരു മദ്രസക്ക്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ ദ്യോബന്ദ് പോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു മദ്രസ ഒരു സ്ഥലത്ത് പോയിട്ട് തുടങ്ങാണ്, 150 വർഷങ്ങൾക്ക് ശേഷം അത് ദ്യോബന്ദ് പോലെ ആവണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റൂല. അതിനേക്കാളും ഇന്നത്തെക്കാളും ഒരുപാട് പ്രയാസപ്പെട്ട സാഹചര്യത്തിലാണ് ഖാസിം നാനൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ദ്യോബന്ദിന്റെ തഅസീസ് ചെയ്തത്, തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ പിന്നിൽ എത്ര അമലുണ്ടായിരുന്നു, എത്ര ദുആ ഉണ്ടായിരുന്നു, എത്ര ഇൽമ് ഉണ്ടായിരുന്നു, എത്ര അഖ്ലാഖ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദ്യോബന്ദ് എന്ന് പറയുമ്പോൾ അത് വെറും അഖീദത്തിന്റെ പേരിലല്ല. നമ്മൾ പഠിച്ച് അതുകൊണ്ട് നമ്മൾ അവരെ പിൻപറ്റണം, അവരെ അംഗീകരിക്കണം, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ പോലെയല്ല. ഗഹനമായി പഠിച്ചാൽ, നീതിയോടുകൂടി പഠിച്ചാൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അമലുകളിനെ തശ്രീഹ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന
അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ, സലഫി അല്ലെങ്കിൽ ബറേൽവി, സുന്നി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ദ്യോബന്ദി എന്ന് പറയപ്പെടുന്ന ഇങ്ങനത്തെ ഒരു 3 രീതിയിലാണ്. പിന്നെ അതിലൊരുപാട് രീതിയിൽ അതിന് ഫറഅകൾ വരുന്നുണ്ട്. 3 രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ദ്യോബന്ദി ഉലമാക്കളുടെ അഭിപ്രായം പല വിഷയങ്ങൾ നടക്കുണ്ടാവുന്നത്, അത് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ തസൗഫിൽ അവർ എന്ത് ചെയ്തു, അഷ്റഫ് അലി താനൂർ റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെയാണ് തരീഖത്തും ശരീഅത്തിന്റെ ജമ്മ് ചെയ്തത്, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾക്ക് ഉണ്ടാവണം. കാരണം ഇത് നമ്മളെ അടിത്തറാണ്, അസാസാണ്. ഇതിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ സഹീഹ് മുസ്ലിമിൽ അൽ ഇസ്നാനു മിനദ്ദീൻ ലഖാല മൻ ശാഅ മാ ശാ പഠിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അൽ ഇസ്നാനു മിനദ്ദീൻ ലഖാല മൻ ശാഅ മാ ശാ പഠിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം അത് എന്താണ് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇത് പഠിക്കാനും മനസ്സിലാക്കാനും മൊത്തത്തിൽ ഇതിന്റെ ഒരു ചർച്ച വരാനും, കുട്ടികൾക്ക് ചർച്ച മാത്രമല്ല അതിനേക്കാളും ഉപരി അവരുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് ആ ഫിക്കറും ആ ദുആവും ആ അഖ്ലാഖും ആ ഇൽമും ആ അമലും ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സെമിനാറുകളും അതേപോലെ പരിപാടികളൊക്കെ ഉസ്താദന്മാർ മശൂറ ചെയ്തിട്ട് തീരുമാനിച്ചത്. അതിനേക്കാളും ഉപരി നിങ്ങൾക്കൊരു വലിയ ഭാഗ്യമുണ്ട്. നിങ്ങളെ ഉസ്താദന്മാർക്ക് ദ്യോബന്ദായിട്ട് വലിയ ബന്ധമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആലിം കോഴ്സ് പഠിച്ച, ദ്യോബന്ദിൽ പഠിച്ച ഉസ്താദന്മാരിൽപ്പെട്ട ഒരു ഉസ്താദ് നമ്മളെ കൂട്ടത്തിലുണ്ട്, ഏറ്റവും കൂടുതൽ പഠിച്ചത്. തുടക്കത്തിൽ തഖസ്സുസുൽ ഹദീസ് ചെയ്ത ഉസ്താദന്മാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അവരെ ബന്ധങ്ങളുടെ പേരിലാണ് നാളെ ഇന്ന് രാത്രി ഹസ്രത്ത് മൗലാന മുഫ്തി അബ്ദുള്ള മഅറൂഫി സാഹിബ് ദാമത്ത് ബറകാത്തും വരുന്നത്. ഇത് ചുമ്മാ ആവൂല, വെറുതെ ആവൂല. ഗഫലത്തിലും അശ്രദ്ധയിലും അലസതയിലൊക്കെ നടന്നാലൊന്നും ഇതാവൂല. ഇതിന് പിന്നിൽ ഒരു ത്യാഗവും ഒരു പരിശ്രമമുണ്ട്. അങ്ങനെ അവിടെ തെക്മീല പഠിച്ചവരുണ്ട്, തഖസ്സുസ് ചെയ്തവരുണ്ട്, അവിടുത്തെ മഹാന്മാരായിട്ട് ബന്ധമുള്ളവരുണ്ട്. അപ്പൊ ആ ഉസ്താദന്മാരെ വിലമതിച്ചുകൊണ്ട് അവരടുത്ത് ബന്ധം വെച്ച് അവരെ പോലെ ആവാൻ നമ്മളും പരിശ്രമിക്കണം. ചുരുങ്ങിയ സമയമാണ് ഉള്ളത്. 7 വർഷമാണ് ഒരു ആലിം കോഴ്സ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾക്ക് എന്തൊക്കെയാണോ എടുക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഉസ്താദന്മാർ പറയാറുണ്ട്, ഇസ്ഹാഖ് ഉസ്താദ് പറയും അക്കാബിരീങ്ങളെ കഥകൾ, അക്കാബിരീങ്ങളെ പറ്റി, ഹാജി ഇംദാദുള്ള മുഹാജിറെ പറ്റി, അഷ്റഫ് അലി താനൂർ റഹ്മത്തുള്ളാഹി അലൈഹിനെ പറ്റി ഇപ്പൊ അങ്ങനത്തെ ഒന്നും കേൾക്കുന്നില്ല എന്ന്. അപ്പൊ അത് പറയേണ്ടതും കേൾക്കേണ്ടതും നമ്മളൊക്കെയാണ്. പുറത്തുനിന്ന് ആരും വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല. ദ്യോബന്ദ് എന്ന് വെച്ചാൽ ദ്യോബന്ദ് പോയിട്ട് പഠിക്കലല്ല, അത് മാത്രമല്ല അതായിട്ടുള്ള ഒരു റൂഹാനി ബന്ധമാണ്. അവരുടെ ഫിക്കറുകൾ മനസ്സിലാക്കലാണ്, അവരെ മുഅല്ലഫാത്ത് വായിക്കലാണ്. അതാണ് ദ്യോബന്ദ്. അതിനൊരു തുടക്കം, ഒരു തആറുഫ് മാത്രമാണ് ഈ ഇന്നും നാളെ മറ്റന്നാളൊക്കെ നടക്കുന്ന പരിപാടികൾ. ഇത് കാണിച്ചു തരൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇതിനൊരു ചെലവുണ്ട്, ഇതിനൊരു അധ്വാനമുണ്ട്. അത് കാണിച്ചു തരൽ, അത് ചെയ്തു തരൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് പിടിച്ചുകൊണ്ട് അതിൽ യാത്ര ചെയ്യൽ അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന പരിപാടികൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഈ 3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു അസാസ് ഉണ്ടാവും. പിന്നെ ആ അസാസിന്റെ മേലെ, അടിത്തറയുടെ മേലെ നിങ്ങൾ പണിയെടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു വലിയ ഖൈറ് നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അള്ളാഹു നല്ല രീതിയിൽ കേൾക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.